ഇപ്പോൾ ഈ വിഴിഞ്ഞം എങ്ങനെ ചൂടാറാതെ നിലനിർത്തുക എന്നതിന്റെ ഉദ്ദേശത്തിന്റെ കാര്യം എന്താണ്? പ്രതിപക്ഷം ഈ തരത്തിൽ ആരോപണങ്ങൾക്ക് പിന്നാലെ ആരോപണം, അതിൽ മുഖ്യമന്ത്രിയുടെ മംഗലാപുരം സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ രാഗേഷ് അടക്കം നടത്തിയ പ്രതികരണങ്ങൾ, അതിനുള്ള ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മറുപടി, ഇതൊക്കെ എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്? സ്മൃതി, ഇതിപ്പോൾ ഒരു നോൺ ഇഷ്യൂ ആയി മാറിയിരിക്കുന്നതായിട്ടാണ് നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ് ഈ MSC കമ്പനിയുടെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, അതായത് ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിലുള്ള അവരുടെ ആ ഒരു ഷെയർ ട്രാൻസ്ഫർ, അദാനി പോർട്ടും തമ്മിലുള്ള ഈ ഷെയർ ട്രാൻസ്ഫർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ അവരതിനകത്ത് അതിൻ്റെ ഒരു ആനുകൂല്യം എടുക്കേണ്ടതാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ആ ദേശാഭിമാനി വന്ന ആദ്യത്തെ വാർത്തയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നടപടിയുടെ ഫലമാണ് ഈ 13,000 കോടി രൂപയുടെ നിക്ഷേപം വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. അതിൻ്റെ ഉദാഹരണം അറിയണമെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ജനുവരി 28, 29, 2025 തീയതികളിലാണ് വിഴിഞ്ഞത്ത് കോൺക്ലേവ് നടക്കുന്നത്. ആ കോൺക്ലേവിൽ ജനീവയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന്, MSCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മിഷൈൽ അവേഴ്സ ആൻഡ് ഗൈലനോഫ് എപ്പോസിസ്റ്റോ എന്നീ 2 പേരാണ് ഈ MSCയുടെ പ്രതിനിധികളായിട്ട് വിഴിഞ്ഞത്തെ കോൺക്ലേവിൽ വന്ന് പങ്കെടുത്തത്. ഈ ഒരു വരാൻ കാരണം എന്താണ്? കേരള ഗവൺമെൻറ് ക്ഷണിച്ചു. കേരള ഗവൺമെൻറ് വെറുതെ അല്ല ക്ഷണിച്ചത്. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്, KSIDC, പിന്നെ അതേപോലെ തന്നെ അവർ ഈ രണ്ടും കൂടെ കൊളാബറേഷൻ വിത്ത് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ്, വിസിൽ, അതായത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ്, അദാനി പോർട്ട്, ഇവർ ഇത്രയും കൂടെ ചേർന്നിട്ട് കേരള ഗവൺമെൻറ് ക്ഷണിച്ചിട്ടാണ് ഈ അവേഴ്സായും അതുപോലെ തന്നെ എസ്പിസ്റ്റോയും വന്ന് പങ്കെടുക്കുന്നത്. അവർ വെറുതെ വെറും കൈയോടെ വന്ന് പങ്കെടുത്തിട്ട് പോയതല്ല. അവർ അതിഗംഭീരമായ ഒരു പ്രസന്റേഷൻ ആ കോൺക്ലേവിൽ അവതരിപ്പിച്ചു. അതിൻ്റെ ടൈറ്റില് നാവിഗേറ്റിംഗ് ദ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു. എന്നിട്ട് അതിനകത്ത് ഒരു 3 പോയിന്റാണ് അവർ ഹൈലൈറ്റ് ചെയ്തത്. ഒന്ന്, ഇൻക്രീസിങ് വെസൽ കാൾസ് പെർ മന്ത്, അതായത് ഒരു മാസം ഈ ഇവിടെ അടുക്കാൻ പറ്റുന്ന കപ്പലുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത്. അത് 35 മുതൽ 48 വരെ ഉയർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമായിട്ട്, ഭാവിയിലെ ലക്ഷ്യമായിട്ട് അവരൊന്ന് ആദ്യം കാണിച്ചത്. അത് ഇപ്പോൾ തന്നെ ഈ വിഴിഞ്ഞം എയർപോർട്ട് 50-ലേറെ, അവരുടെ ഭാവി കണ്ടത് 48 35-ൽ 48 ആക്കുക എന്നുള്ളതായിരുന്നു. അത് ഇപ്പം തന്നെ 50-ന് മേൽ കപ്പലുകളുടെ ഈ വെസൽ കോൾസ് സ്വീകരിക്കാനും അത് കൈകാര്യം ചെയ്യാനുള്ള ശേഷി വിഴിഞ്ഞം പോർട്ടിനുണ്ട്. 2, ഓപ്പറേഷൻ എഫിഷ്യൻസി, അതായത് ഒരു മണിക്കൂറിൽ എത്ര കണ്ടെയ്നേഴ്സ്, TEUs 20 അടി നീളമുള്ള ഈ കണ്ടെയ്നർ എങ്ങനെ അത് പിന്നെ ഈ ട്രാൻസ്ഷിപ്മെന്റ് നടത്താം എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു. അത് 50-ലേക്ക് ഒരു മണിക്കൂറിലേക്കുള്ള എത്തിക്കുക, അത് 2-മത്തത്. 3-മത്തത് ഗ്ലോബൽ നെറ്റ്വർക്ക് ഇൻ്റഗ്രേഷൻ, അതായത് ഈ വിഴിഞ്ഞത്തിന് ഇന്റർനാഷണൽ റൂട്ടുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ MSCയുടെ ഓരോ ആഴ്ചയിലുള്ള വീക്ക്ലി ജെയ്റ്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഏഷ്യ യൂറോപ്പിൽ നടത്തുന്ന ആ സർവീസിലുള്ള ഒരു ഷിപ്പ് ഓരോ ആഴ്ചയും ഇവിടെ എത്തുക. മാത്രമല്ല അവരുടെ MSC എറീന എന്ന് പറയുന്ന കപ്പൽ, ഐറീന, അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 24,346 കണ്ടെയ്നേഴ്സാണ് ഈ മദർഷിപ്പിൽ കൊള്ളുന്നത്. ഇതും ഇവിടെ ഇറക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയുമാണ് വളരെ വ്യക്തമായിട്ട് 2025 തയ്യാറാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ പദ്ധതി ശരിക്കും പറഞ്ഞാലൊന്ന് ഈ നമ്മൾ അദാനി പോർട്ടിന്റെ പാർട്ടിൽ നിന്ന് ആലോചിച്ച് നോക്കുക. അദാനി പോർട്ട് അവരുടെ വിവരങ്ങളെല്ലാം വിസിലിന്റെ മാനേജിംഗ് ഡയറക്ടറെ യഥാസമയം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2025 ഈ ഗവൺമെന്റും ഈ അദാനി പോർട്ടും MSCയും എല്ലാം ചേർന്ന് നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് 2045 നിന്ന് 2028 കംപ്ലീറ്റ് ഇത് പൂർത്തിയാക്കുക എന്നുള്ള ആ ഒരു സപ്ലിമെന്ററി കോൺട്രാക്റ്റിലേക്ക് എത്താൻ കാര്യം ഈ ഇൻവെസ്റ്റ്മെന്റ് വരാതെ പറ്റില്ല. ഈ 850 നിന്ന് ആദ്യം 1200 പിന്നെ 2000 ബർത്തിന്റെ നീളം നീങ്ങുന്നു. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് സർക്കാരും അദാനി പോർട്ടും MSCയും കൂടെ സംയുക്തമാക്കി തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് ഗവൺമെന്റ് അറിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം അത് ഡിസോൺ ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ മനോഹരമായിട്ട് അവർക്ക് ഇതിന്റെ ഈ പിതൃത്വം ഏറ്റെടുക്കാവുന്നതായിരുന്നു. പിന്നെ ഇവിടെ നടന്നിരിക്കുന്ന കരാർ ലംഘനം എന്ന് പറയുന്നതിന് എനിക്ക് യോജിപ്പുണ്ടോ എന്ന് സംശയമുണ്ട്. അതെനിക്ക് ഒരു പ്രൊപ്രൈറ്റിയുടെ ഒരു ഔചിത്യത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്.
അവിടെയും നമ്മൾ ആലോചിക്കേണ്ടത് അദാനി പോർട്ടിന്റെ പാർട്ടിൽ നിന്ന് ആലോചിച്ച് നോക്കുക. ഗവൺമെന്റ് തുടർച്ചയാണല്ലോ. അപ്പോൾ ഈ 2025 മുതൽ 2028 ഇത് പൂർണ്ണമായിട്ടും സജ്ജമാക്കുന്ന ഒരു സംഗതി, അതിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറായിട്ടുണ്ട്. അത് സമയാസമയങ്ങളിൽ ഒരുപക്ഷെങ്കിൽ അദാനി പോർട്ടിന്റെ സിഇഒ വിസിലിന്റെ മാനേജിംഗ് ഡയറക്ടറെ എപ്പോഴും ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഈ ഗവൺമെന്റ് മാറി ഒരു പക്ഷേങ്കിൽ അത് രേഖാമൂലം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരുപക്ഷെ അവരുടെ അപേക്ഷ ഒന്നും കിട്ടി കാണത്തില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ അനൗപചാരികമായിട്ട് ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഒരു ഔചിത്യക്കേട് എന്ന് പറയുന്നത് പുതിയ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റിനെ അറിയിച്ചില്ല എന്നുള്ള ഔചിത്യക്കേട് മാത്രമേ ഉള്ളൂ. ഇതിൽ കരാർ ലംഘനമില്ല. മാത്രമല്ല, എഗ്രിമെന്റ് ഫോർ സെയിലും സെയിൽ എഗ്രിമെന്റും രണ്ടാണ്. ഇവിടെ നടന്നിട്ടുള്ളത് എഗ്രിമെന്റ് ഫോർ സെയിൽ, അത് അവർ തുടർന്ന് വന്ന 2024 അല്ല 2025 മുതൽ സജീവമായിട്ട് ഈ 3 കക്ഷികളും കൂടെ പൂർണ്ണമായിട്ടുള്ള അറിവോടുകൂടി തയ്യാറാക്കി കൊണ്ടുവന്ന അതിന്റെ ഒരു കൾമിനേഷനാണ് ഈ എഗ്രിമെന്റ് ഫോർ സെയിൽ. അപ്പൊ അവിടെ ഈ ഒരു ആക്ഷേപം ഉയർന്ന സമയത്ത് ഒരു ഔചിത്യക്കേട് നടന്നു. ഡിസ്പ്യൂട്ട് പോലും ഇല്ല. ഇവിടെ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇൻഡിപെൻഡന്റ് എഞ്ചിനിലേക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഇവിടെ ഡിസ്പ്യൂട്ട് പോലും ഇല്ലാതെ അനൗചിത്യം കണ്ടു. അതിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അതൃപ്തി അറിയിച്ചു. ഇന്ന് ശരിക്കും വി ഡി സതീശൻ നടത്തിയിരിക്കുന്ന ആ ഒരു മറുപടി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് രണ്ടാമതായിട്ടുള്ള മറുപടിയാണ്. അത് കാരണം പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഒരു കേസ് ഇല്ലാണ്ടായി. ഇവിടെ ശരിക്കും മറുപടി കൊടുത്തിരിക്കുന്നത് KC വേണുഗോപാലിനാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ നേരിടുന്നത് പ്രതിപക്ഷത്തിന്റെ അടുത്ത് നിന്ന് വളരെ ദുർബലമായിട്ടുള്ള ഒരു പ്രതിരോധം മാത്രമേ നേരിടുന്നുള്ളൂ. ശരിക്കും നേരിടുന്നത് KC വേണുഗോപാൽ അല്ലെങ്കിൽ ആ ഒരു പക്ഷത്ത് നിന്നാണ്. അദ്ദേഹത്തിനുള്ള കൃത്യമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം സലാം ഇവിടെ പറയുകയുണ്ടായി, അദ്ദേഹം കള്ളം പറയുന്നുണ്ട്. പക്ഷേ ശ്രീ സലാമിനോട് എനിക്ക് സൗഹൃദപൂർവ്വം പറയാനുള്ള സംഗതി, നമ്മൾ ഈ പഴയതുപോലെയല്ല. പണ്ട് നമ്മൾക്കൊരു കള്ളം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് കഴിയുമ്പോൾ നമുക്കും തോന്നും ശരിയാണെന്ന് തോന്നും. പക്ഷെ ഇപ്പോഴത്തെ കാലം മാറി. നമ്മളിപ്പോൾ ഈ ഒരു സുതാര്യമായ ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പം സാധാരണക്കാർക്ക് അവരുടേതായിട്ടുള്ള കോമൺ സെൻസ് ഉണ്ടാവും. ആ കോമൺ സെൻസ് വെച്ചിട്ട് ആരാണ് കളവ് പറയുന്നത്, ആരാണ് തന്ത്രം ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശാഭിമാനിയിൽ വന്ന വാർത്ത എങ്ങനെയാണോ അത് പിൻവലിക്കാൻ അല്ലെങ്കിൽ തെറ്റായിപ്പോയി എന്ന് പറയുന്നതിന് പകരം ഈ പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ അവരുടെ നിലപാട് മാറ്റി. കാരണം MSc വരുന്നതിന് അനുകൂലമാണ്, MSc വരേണ്ടതാണ്, വിഴിഞ്ഞത്തിന്റെ വികസനം ആവശ്യമാണ്, ഇതൊക്കെ ഇപ്പൊ പറയുന്നു. അപ്പൊ എന്താണ് കേസ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ഔചിത്യക്കേടാണ്. അപ്പൊ അത് വലിയൊരു വിഷയമാക്കി അത് പെരുപ്പിക്കാൻ കാരണം KC വേണുഗോപാലിന്റെ പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെയാണ് ഈ ആന്തരികമായ പല പല പ്രശ്നങ്ങളും ഉണ്ടായി വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിരന്തരമായിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് VD സതീശൻ വളരെ മനോഹരമായിട്ട് നുണ പറഞ്ഞ് ആൾക്കാരെ കൺവിൻസ് ചെയ്യിക്കാൻ സമർത്ഥനാണ് എന്നൊരു നറേറ്റീവ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു സാധാരണ ജനങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. കാര്യം അത് എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ വരുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.